ഗൈസ്, അപ്പം ഇന്ന് വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഇതെൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെയിം കളിക്കാൻ പോവാണ്. അപ്പോൾ ഇവരുടെ മനപ്പൊരുത്തം നോക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് ബുക്കും പേനയും കൊടുക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ അച്ഛനെ എഴുതണം, അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ള കളർ അമ്മ എഴുതണം. അച്ഛന് ഇഷ്ടമുള്ളത് ഞാൻ എഴുതണം, അച്ഛന് ഇഷ്ടമുള്ള അമ്മ എഴുതണം. വേഗം എഴുതിക്കോ. ടിക് ടിക് വൺ. അമ്മ എഴുതിയാ? എന്ത് പറഞ്ഞേ? ഇഷ്ടമുള്ള കളർ എഴുതണം. അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ഇപ്പൊ ആൻസർ പറയാല്ലേ, അതല്ല നല്ലത്. അമ്മ എഴുതിയത് അച്ഛന്റെ ഇഷ്ടമുള്ള കളർ പറയും. ഏതാ? എനിക്കിഷ്ടമുള്ള കളറാണ് മുന്തിരി കളർ. അമ്മ എഴുതിയേക്കുന്നത് അമ്മക്ക് ഇഷ്ടമുള്ള കളർ അമ്മ പറയും. എനിക്ക് ബ്ലാക്ക്. ഓ, അച്ഛൻ പോയിന്റ് ലീഡ് ചെയ്തിരിക്കുന്നു ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് അച്ഛനിൽ ഇഷ്ടമുള്ള ക്വാളിറ്റി അമ്മ എഴുതണം, അമ്മയിൽ ഇഷ്ടമുള്ള ക്വാളിറ്റി അച്ഛൻ എഴുതണം. കഴിഞ്ഞ വായിച്ചോ? മനസ്സിലൊന്നും വെക്കാതുള്ള സംസാരം, വൃത്തിയുടെ സംസാരം. അമ്മ തുറന്നടിച്ച് പറയണ ഒരു ക്യാരക്ടറാണ്. ഇനി അച്ഛന്റെ കൈ നിറയെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. അതെ, അച്ഛന് പൈസ നോക്കാണ്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇഷ്ടമില്ലാത്ത കാര്യം എഴുതണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. അതായത് അച്ഛനിൽ ഇഷ്ടമില്ലാത്ത കാര്യം അമ്മയ്ക്ക്, അമ്മയിൽ ഇഷ്ടമില്ലാത്ത കാര്യം അച്ഛന് എഴുതണം. ഇഷ്ടമില്ലാത്ത പറയുന്നുണ്ട്. ആ ശരി, അച്ഛൻ്റെ അമ്മ ആൾക്കാരെ നോക്കാണ്ട് അച്ഛനെ ചീത്ത പറയാറുണ്ട്. അമ്മ എഴുതിയേക്കണത് ദേഷ്യം, മുൻകോപം. അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ അതാണ് രണ്ടുപേരും എഴുതിയേക്കണത്. ഇനി അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് അമ്മ എഴുതണം, അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നു അച്ഛൻ എഴുതണം. അതായത് ജോബല്ല കേട്ടാ, എന്താവാനായിരുന്നു ആഗ്രഹം? അത് എങ്ങനെയാ? അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നു? കഴിഞ്ഞ അച്ഛൻ്റെ എന്തായിരുന്നു? അച്ഛനെ എഴുതിക്കണം അമ്മയ്ക്ക് നേഴ്സ് ആവാൻ. അച്ഛൻ ജോബ് വൈസ് ആണ് എഴുതിയത്. അച്ഛന് അമ്മയ്ക്ക് നേഴ്സ് ആവാനായിരുന്നു ആഗ്രഹം. അതായത് അച്ഛൻ്റെ ആഗ്രഹം വന്നിട്ട് ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ ജീവിക്കണം. അതെ, അച്ഛനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവം അനുഗ്രഹിച്ച് നന്നായി ജീവിക്കണമെന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ഫേവറേറ്റ് ഡിഷാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള കറി അച്ഛൻ എഴുതണം, അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള കറി അമ്മ എഴുതണം. കഴിഞ്ഞു. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാ? പരിഭൂതി വെച്ച് ഇത് ലീഡ് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തായാലും ഞാൻ കഴിക്കും. പക്ഷെ അങ്ങനെ ഒരു ഫേവറേറ്റ് ഇല്ല എനിക്ക്. എന്തേലും പറയണം. മുളക് ചുട്ട് ചമ്മന്തി. ശരി, അച്ഛൻ സാമ്പാറാണ് കേൾക്കണത്. അപ്പൊ അമ്മയ്ക്കാണ് പോയിന്റ്. ഇനി അടുത്തത് വന്നിട്ട്, ആദ്യം അതായത് അമ്മ അച്ഛനെ കണ്ടപ്പോ അച്ഛൻ ഇട്ടുണ്ടായിരുന്ന ഡ്രസ്സിന്റെ കളറും ഡ്രസ്സും അതുപോലെ തന്നെ ഓപ്പോസിറ്റ്. അമ്മയുടെ പെട്ടെന്ന് കഴിഞ്ഞു, അച്ഛനെ കഴിഞ്ഞു. അമ്മ ഇട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ചുരിദാറായിരുന്നു, അച്ഛണ്ടായിരുന്നത് ബ്ലൂ ചെക്ക്. ശരി, പിന്നെ അടുത്ത ചോദ്യം വന്നിട്ട്, ആദ്യം കണ്ട ഡേറ്റ്. ആദ്യമായിട്ട് കണ്ട ഡേറ്റ് രണ്ടുപേർക്ക് ഏകദേശം അറിയോ?
ഓഗസ്റ്റ് 11 ഇവിടെ ഫെബ്രുവരി. ചേട്ടൻ നമ്മുടെ കല്യാണത്തിന് 22-25 ദിവസം മുന്നേ കണ്ടിട്ടുള്ളൂ. എന്നാണോ പിന്നെ കല്യാണം നീട്ടിയില്ല നിങ്ങള് കുറെ കഴിഞ്ഞിട്ട് കഴിച്ചാൽ ആദ്യം വന്നിട്ട് ശരിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫുഡ് അച്ഛൻ എഴുതണം, അച്ഛനെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫുഡ് അമ്മ എഴുതണം. ഇഷ്ടമില്ലാത്ത ഫുഡ് ഒരു കറിയുടെ പേര് ആദ്യം. എന്തേലും എഴുതിയാ? അമ്മ എഴുതിയേക്കണത് കുടുത. അച്ഛനെ ഇഷ്ടമില്ലാത്തത് എന്താ? കുടുത. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കറി കൈപ്പക്കയും പരിപ്പ് കുത്തിവെച്ചതും. ഓക്കെ, അപ്പൊ അത് രണ്ടുപേരും ശരിയായിട്ടുണ്ട്. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ജീവിതത്തിൽ ഏറ്റവും ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. രണ്ടുപേരും ഒരുപോലെ ഇരുന്ന് കല്യാണം കഴിച്ചതാണ് ഇവരെ ജീവിതത്തിൽ ഭയങ്കര മനപ്പുറത്താണ് കേട്ടോ ഇവരല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരുമിച്ച് കണ്ട ആദ്യത്തെ ഫിലിം ഏതായിരുന്നു? പറയാൻ പാടില്ല, എഴുതണം. ഓർമ്മയില്ലെങ്കിൽ വരട്ടോ, ഓർമ്മ ഉള്ളവരെ എഴുതി. ഓർമ്മയില്ല രണ്ടുപേരും ഓർമ്മയില്ല എഴുതിയേക്കണ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്? രണ്ടുപേരും ദേഷ്യം വരാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പൊസസീവ്? പൊസസീവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അല്ല അല്ല അല്ല, അച്ഛൻ വേറെ ഏതെങ്കിലും ഗേൾസിനോടൊക്കെ സംസാരിക്കുമ്പോ പെട്ടെന്ന് ദേഷ്യം വരുന്നത് അമ്മയ്ക്കാണ്. ഓക്കെ, സംശയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അമ്മയ്ക്ക് രഞ്ജിനിക്ക്. അപ്പൊ ഓക്കെ, സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് ആർക്കാണ്? പറയരുത് എഴുതണം. ക്ഷമയുള്ളത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? അമ്മയ്ക്കില്ല, നമ്മ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛനെ എഴുതിയത് എനിക്ക് തന്നെയാണ് ക്ഷമയുള്ളതെന്നാണ്. പിന്നെ ഏറ്റവും അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരാണ് അത് ഏറ്റവും ആദ്യം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എഴുത്. പ്രശ്നം സോൾവ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും പെണ്ണങ്ങിരിക്കാറില്ല, പക്ഷെ രണ്ടുപേരും സംസാരിക്കും, സോൾവ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ നിങ്ങളിൽ ആരാണ് ഫണ്ണിയസ്റ്റ് പേഴ്സൺ? ഒരു സംശയമില്ല, അച്ഛനെ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേഷ്യം പെട്ടെന്ന് തണുക്കുന്നത് ആരാ? പെട്ടെന്ന് ദേഷ്യം രണ്ടുപേർക്കും വരും, തണുക്കുന്നത് ആർക്കാ? ഇത് പറയല്ലേ. ശരിയാണ്, രണ്ടുപേരും എഴുതിയേക്കണ്ട അച്ഛനാണ് പെട്ടെന്ന് തണുക്കുന്നത്. അമ്മ പെട്ടെന്ന് അങ്ങനെ തണുക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും പെട്ടെന്ന് വിഷമം വരുന്നത് ആർക്കാ? പറയരുത് എഴുത്. പെട്ടെന്ന് വിഷമം വരുന്നത് അതെ, അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. അച്ഛൻ എഴുതിയുണ്ട്, അമ്മ എഴുതിയുണ്ട്. അപ്പൊ ഓക്കെ. അടുത്തത്, മെച്യൂരിറ്റി കൂടുതൽ ആർക്കാണ്? ഏറ്റവും കൂടുതൽ മെച്യൂരിറ്റി കൂടുതൽ അമ്മ എഴുതിയത് അമ്മയ്ക്കാണ് മെച്യൂരിറ്റി കൂടുതലാണെന്നാണ്, അച്ഛൻ എഴുതിയത് അച്ഛനാണെന്നാണ്. എന്തായാലും അങ്ങനെ പോട്ടെ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയി ഇതിൽ. ഇതിൽ നിങ്ങളെ ഏറ്റവും ഭംഗി ആർക്കാ? പറയരുത് കേട്ടാ. ആൻസർ, അമ്മ എഴുതിയേക്കുന്നത് അച്ഛനാണ് ഭംഗി കൂടുതലാണ്, അമ്മ എഴുതിയത് അച്ഛനാണ് ഭംഗി, അല്ല സോറി, അമ്മയ്ക്കാണ് ഭംഗി കൂടുതലാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി.
ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മടി കൂടുതൽ ആർക്കാണ്? നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മടിയുള്ളത് ആർക്കാണ് വെച്ച്? അച്ഛൻ എഴുതിയത് രഞ്ജിനിക്കാണ് മടിയുള്ളത്. അമ്മ എഴുതിയത് ഇനി ആദ്യമായി സംസാരിച്ചത് എന്തായിരുന്നു? ആ വാക്ക് എഴുതാം. ആദ്യമായിട്ട് അച്ഛനെന്താ സംസാരിച്ച അമ്മ സംസാരിച്ച ആ ഒരു സെന്റൻസ് അച്ഛനത് മറന്നു. എന്താ ചെയ്യണത്? ഓർമ്മയുണ്ടത്? ഓർമ്മയില്ല. അതെ, അപ്പൊ അച്ഛനെ എഴുതിയേക്കുന്നത് ഓർമ്മയില്ല എന്നാണ്. അമ്മ ചോദിച്ച ചോദ്യം എന്താ പേരെന്നാണ് അമ്മ അച്ഛനോട് ആദ്യം ചോദിച്ച ചോദ്യം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതലേക്ക് തോന്നുന്നു ലീഡ് അതെ, രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ് എഴുതിയേക്കുന്നത്. അച്ഛനെന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇവർ രണ്ടുപേരും തരക്കേടില്ലാണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. അടുത്തൊരു വ്ളോഗായി കാണുന്നതിലേക്കും ബൈ.